നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് തുറന്നടിച്ച മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തതും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തോമസ് ഐസക് ഇഡിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിക്ക് മുമ്പിൽ തോമസ് ഐസക് അവസാനമായി ഹാജരാകേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇഡിക്ക് മറുപടി നൽകിയത്. കിഫ്ബി മസാല ബോണ്ടിൽ തനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവുമില്ല. കിഫ്ബി രൂപവൽക്കരിച്ചതു മുതൽ 17 അംഗ ഡയറക്ടർ ബോർഡുണ്ട്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവുമില്ല. തോമസ് ഐസക് നൽകിയ 7 പേജുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ, കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ്. അതായത് എക്സ് ഒഫീഷ്യോ. മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല എന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും കുറിച്ചത്. ഇതിൽ വ്യക്തത വരുത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡംഗം കൂടെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നും ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമായിരുന്നു തനിക്കെന്നും തോമസ് ഐസക് കത്തിൽ പറയുന്നത്. കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ച് അതിലൂടെ ലഭിച്ച ധനത്തിന്റെ വിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മൊഴി നൽകാനാണ് തോമസ് ഐസക്കിനോട് ഇഡി അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരി 12-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അന്ന് തോമസ് ഐസക് ഹാജരായിരുന്നില്ല. ഇത് സംബന്ധിച്ച് 1.5 വർഷത്തിന് ശേഷമാണ് നോട്ടീസ് അയച്ചത്. ആദ്യം നൽകിയ 2 സമൻസുകൾ ഹൈക്കോടതിയിൽ തോമസ് ഐസക് ചോദ്യം ചെയ്തിരുന്നു. ഹർജിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചു. ചുറ്റിത്തിരിയുന്ന അന്വേഷണമോ പരാതി സ്ഥാപിച്ചെടുക്കാനുള്ള അന്വേഷണമോ നടത്തരുത് എന്ന് ഇഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ഇഡി നൽകിയ സമൻസ് കോടതി വിധിയുടെ അന്തസത്തയെ മാനിക്കാതെയാണ് എന്നാണ് തോമസ് ഐസക്കിന്റെ വാദം. എന്തായാലും തോമസ് ഐസക് ഇപ്പോൾ പൂർണ്ണമായും കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. തന്റെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല. തന്നിലേക്ക് എന്തെങ്കിലും കുറ്റം വരുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ തന്നെ ചെയർമാൻ ഒക്കെ ആയിട്ടുള്ള മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിനോട് വേണം കാര്യങ്ങൾ വിശദമായി ചോദിക്കാൻ. നേരെ തന്റെ നേരിലേക്ക് വന്ന അമ്പിനെ ഇപ്പോൾ തോമസ് ഐസക് നേരെ മുഖ്യമന്ത്രിയിലേക്ക് വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ തോമസ് ഐസക്കിന്റെ 7 പേജുകളുള്ള ഈ മറുപടിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്തെങ്കിലും വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.